കോട്ടയം നഗരസഭയ്ക്ക് കീഴിലെ ജലപാതയ്ക്ക് കുറുകെയുള്ള പൊങ്ങുപാലം അപകടാവസ്ഥയിൽ. ഇലക്ട്രോണിക് പൊങ്ങുപാലത്തിന്റെ തൂണുകളിലെ അപാകത മൂലം ഇരുമ്പ് റോപ്പ് ഉരഞ്ഞു പൊട്ടുന്നതാണ് പ്രശ്നം. നഗരസഭയ്ക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഓപ്പറേറ്റർ പറയുന്നത്. ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുമ്പോൾ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാണ്. അഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോട്ടയത്തു നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ബോട്ട് റൂട്ടിലെ പൊക്കുപാലമാണ്. ഇത് മാത്രമാണ് ഈ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പൊങ്ങുപാലം എന്ന് പറയുന്നത്. ഈ പാലത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി മുടങ്ങി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഒന്നിലധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒന്ന്, ഈ റോപ്പ്, ഇരുമ്പ് റോപ്പിൽ ഉള്ള പൊട്ടൽ. അതായത് ഇരുമ്പ് റോപ്പ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇത് വലിയ രീതിയിൽ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗത്തും ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി മുകളിലേക്ക് എത്തുമ്പോൾ ഈ പൊട്ടൽ കുറച്ചുകൂടി വലുതാണ്, വലിയ രീതിയിൽ പൊട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിന്റെ ആളുകൾ പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ ഈ ഒരു പൊട്ടുന്ന ഒരു വലിയ പ്രശ്നം നമ്മൾ പരാതിപ്പെട്ടിട്ടും അതിലൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാണ് അതിനൊരു റീസണായിട്ട്? ഇത് നമ്മൾ കൊണ്ട് പരാതി കൊടുത്തത്, ഇത് ഒരു കമ്പി പൊട്ടിയാൽ പരാതി കൊടുക്കണമെന്നാണ്. ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടതാണ്. വാർഡ് കൗൺസിലെ അറിയിക്കണം, സെക്രട്ടറിക്ക് പരാതി കൊടുക്കണം. അത് രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നടപടിയൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അവർ. ഈ 26 ഫെബ്രുവരി 6-ാം തീയതിയാണ് ഞാൻ ഇതിന് പരാതി ഔദ്യോഗികമായിട്ട് എഴുതി കൊടുത്ത് അത് കമ്പ്യൂട്ടറിൽ അവർ കയറ്റുകയും ചെയ്ത് വിളിച്ചു ചോദിച്ചു അവിടെ എന്താ പ്രശ്നമെന്ന്. അത് ചോദിച്ചല്ലാതെ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. കമ്പി ശരിക്കും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ബോട്ടൊക്കെ പോകുന്ന സമയത്താണ് വലിയ പ്രശ്നം. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇത് ബോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ റോപ്പ് പൊട്ടിപ്പോയാൽ ആ യാത്രക്കാർ കംപ്ലീറ്റ് ബോട്ട് വെള്ളത്തിൽ തന്നു പോകുള്ളൂ. അതിൻ്റെ വരുന്ന ദോഷം ഞാനൂടി കൂടി അനുഭവിക്കേണ്ടി വരും. അതിനാണ് ഈ പരാതി കൊടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പാലം കറണ്ട് വന്നാൽ ഇത് പൊങ്ങത്തില്ല. ഞാൻ കറക്കി പൊക്കാനും പറ്റുന്നില്ല, അല്ലാതെ പൊക്കാൻ പറ്റില്ല. യാത്രക്കാർക്കും ബുദ്ധിമുട്ട്. പാതി വഴി പൊങ്ങിയാൽ ബോട്ടും പോകില്ല, യാത്രക്കാർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ജോലിക്കാരുണ്ട്, യാത്രക്കാർ രാവിലെ 7 മണി തൊട്ട് 9:30 ബോട്ട് വരെ ജോലിക്കാർ പോകണം. ഈ ബോട്ടിലാണേലും ആലപ്പുഴയ്ക്കും കോട്ടയത്തിനും പോകുന്ന ജോലിക്കാരുണ്ട്. അവർക്കും തടസ്സങ്ങളാണ്. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ബോട്ട് ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്രയും ഒക്കെ ഒരുപാട് ചാനലുകളിലെല്ലാം ഇത് വന്നതാണ്. എങ്കിൽ കൂടി ഇതുവരെ ഇതിനൊരു തീരുമാനം വ്യക്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ജനറേറ്റർ വേണം, അതല്ലെങ്കിൽ ഇവിടെ ഇത് കറക്കി പൊക്കുന്ന സംവിധാനമാണ്, കൈക്ക് കറക്കി പൊക്കുന്ന സംവിധാനം ഉണ്ടാക്കണം. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവരെ സംബന്ധിച്ചോളം ഉള്ളത്. ഇതിൽ അടിയന്തരമായി തന്നെ കോട്ടയം നഗരസഭയ്ക്ക് കീഴിലാണ് ഇത് വരുന്നത്. കോട്ടയം നഗരസഭയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരെയും മറ്റുള്ളവരെയും ഒക്കെ ആവശ്യം. ശരി, ഏതായാലും നഗരസഭയുടെ ഒരു ഇടപെടൽ നമ്മളും പ്രതീക്ഷിക്കുകയാണ്.